ഡോക്ടർ ശരിക്കും ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ആ കുട്ടിക്ക് പാരസെറ്റമോൾ ഓവർ ഡോസേജ് പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മക്കൾക്ക് പാരസെറ്റാമോൾ സിറപ്പ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഫാർമസി പോയിട്ട് സിറപ്പ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഇതിന് പകരം ഡ്രോപ്സ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം. സിറപ്പും ഡ്രോപ്സും സെയിം അല്ല. വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ഇപ്പോൾ അടുത്തൊരു ന്യൂസ് നമ്മളൊക്കെ അറിഞ്ഞ് ഞാനൊക്കെ സത്യം പറഞ്ഞ് ഞെട്ടിയതാണ്. ഒരു കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട പോലെയാണ്. ലിവറൊക്കെ ഓൾമോസ്റ്റ് ടോക്സിക് ആയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഓവർ ഡോസ് ഓഫ് പാരസെറ്റാമോൾ. കാരണം ഇത്രയേ ഉള്ളൂ, ഡോക്ടർ പാരസെറ്റാമോൾ സിറപ്പ് എഴുതി ഫാർമസിയിൽ നിന്നും ഡ്രോപ്സ് കൊടുത്തു. അതിനെ തിരുത്തിയിട്ട് ആ ഫാർമസിസ്റ്റ് ആണോ അതോ ഇനി വല്ല സെയിൽസ്മാൻ ആണോ അറിയില്ല, അത് കറക്റ്റ് ആ പേഷ്യൻറ്റിൻ്റെ പാരൻസിന് പറഞ്ഞു കൊടുത്തില്ല. 5 ml പാരസെറ്റാമോൾ സിറപ്പിന് പകരം പാരൻറ്റ് കുട്ടിക്ക് കൊടുത്ത 5 ml ഡ്രോപ്സ് ആയിരുന്നു. ഡ്രോപ്സും സിറപ്പും സ്ട്രെങ്ത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഡ്രോപ്സ് നമ്മളെപ്പോഴും 10 ഡ്രോപ്സ് 5 ഡ്രോപ്സ് അങ്ങനെ കൊടുക്കുക. 5 ml 10 ml കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ഓവർ ഡോസ് വരും. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അത് പാരസെറ്റാമോൾ സിറപ്പ് അല്ല, ആൻറ്റിഹിസ്റ്റമിൻ സിറപ്പ് വരും, അതുപോലെ തന്നെ ആൻറ്റിഹിസ്റ്റമിൻ ഡ്രോപ്സ് വരും, ആൻറ്റിബയോട്ടിക് സിറപ്പും ഡ്രോപ്സും വരും. അത് വളരെ ശ്രദ്ധിക്കണം. സിറപ്പ് എഴുതിയാൽ ML കൊടുക്കാം, ഡ്രോപ്സ് ആണെങ്കിൽ ഒരിക്കലും ML കൊടുക്കരുത്, അത് ഡ്രോപ്പ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് ഡോക്ടർ എഴുതിയ ഡയറക്ഷൻ. ഇനി ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ സെയിൽസ്മാനോ, നാട്ടിലൊക്കെ ചിലപ്പോൾ ഫാർമസിസ്റ്റ് അല്ലാത്ത സെയിൽസ്മാൻമാരൊക്കെ മരുന്ന് എടുത്തു തരും. നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്ന് കറക്റ്റ് ഡോക്ടർ എഴുതിയ പോലെയാണോ എന്ന് നമ്മളും കൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക.